മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആരാധനയിലുള്ള ശക്തിയെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ മുഖവരിയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്, ദൈവമാണ് ആരാധന വേണമെന്ന് അറിയിച്ചത് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അത് പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും ഒക്കെ ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം. അതുപോലെ ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആരാധന, ഇതെല്ലാം പറഞ്ഞു. 21-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു, ഒരു ഓവർഫ്ലോയിങ് ആയിട്ടുള്ള നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവമാണ് ആരാധനയിൽ ഉണ്ടാകേണ്ടത്. അതുപോലെ ഈ ഇമോഷണലായിട്ട് പല കാര്യങ്ങളും നമ്മൾ കാണുന്ന പോലെ ഉണ്ടാക്കി അതിൽ കൂടി ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുക അല്ല ആരാധന, പിന്നെയോ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക. പഴയ നിയമത്തിലെ വിവിധ തലങ്ങളിലുള്ള ആരാധനകൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ദൈവം ഇനിഷ്യേറ്റ് ചെയ്ത ആരാധന, അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ അബ്രഹാമിൻ്റെയും മോശയുടെയും യെശയ്യാവ്, ദാവീദ്, ഇവരെല്ലാം തന്നെ പല രീതിയിൽ വർഷിപ്പ് ചെയ്തതായിട്ട് നമ്മളെ കാണുന്നു. നിത്യമായിട്ടുള്ള ആരാധന വെളിപ്പാട് പുസ്തകത്തിലുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമ്മളെല്ലാവരും ആരാധനയ്ക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നും ചിന്തിച്ചു. ദൈവത്തെ ആരാധിക്കുക, സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി മാറണം. ഇതെല്ലാം ഇൻട്രൊഡക്ഷനിൽ പറയുന്നതാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മൾ മറ്റുള്ള ദൈവങ്ങളുടെ പുറകെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപങ്ങളുണ്ടാക്കി അതിന് പുറകെയല്ല ആരാധിക്കേണ്ടത്. ഈ ആരാധന ഹൃദയത്തിൽ നിന്ന് വരികയും ദൈവം നമ്മുടെ സൃഷ്ടിതാവാണ്, പരിപാലകനാണ്, ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ് എന്നുള്ള ചിന്ത. അതുപോലെ തന്നെ നമ്മൾ പ്രൈസും, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പ്രൈസും താങ്ക്സും അതുപോലെ റിക്വസ്റ്റും ആരാധനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞാണ്. സാധാരണ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ അഡോറേഷനിലാണ്, ദൈവത്തെ പുകഴ്ത്തുന്നതാണ്, ഉയർത്തുന്നതാണ്. എന്തിനാണ് ഉയർത്തുന്നത്? ദൈവം ആയിരിക്കുന്ന ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ ആ വർത്ത്, ആ എസൻസ് മനസ്സിലാക്കി ആണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. അതുകൊണ്ട് അതാണ് യേശു ക്രിസ്തുവും ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞ് പഠിപ്പിച്ചത്. ദൈവ ആത്മാവാകുന്നു, അവനെ സത്യത്തിലും ആത്മാവിലും ഇന്നർ ബീയിങ് കർത്താവെങ്കിലായി ആരാധിക്കുന്ന അനുഭവം, അതാണ് നമുക്ക് ആവശ്യം. പുതിയ നിയമസഭയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ആരാധനയുടെ മാനം എൻ്റയർലി വ്യത്യസ്തമായി എന്ന് നമ്മൾ കാണുന്നു. പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലേക്ക് തന്നുള്ള ആരാധനയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലിരുന്ന് നമ്മൾ ആരാധിക്കുന്ന ഒരാരാധന. എങ്ങനെയാണ് നമ്മൾ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്? ആരാധനയിൽ പ്രവേശിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളെ ഗൈഡ് ചെയ്യുകയും ആരാധിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളോട് പറയുകയും ചെയ്യുന്നത്. അത് നേരത്തെ സംസാരിച്ച പോലെ പേഴ്സണൽ വർഷിപ്പുണ്ട്, കോർപ്പറേറ്റ് വർഷിപ്പുണ്ട്. ഇതെല്ലാം തന്നെ ആരാധനയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ഗ്രൂപ്പായിട്ട് ആരാധിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് ദൈവസന്നിധിയിൽ ആരാധിക്കും. ഏത് സമയത്തും ആരാധിക്കാം. നമ്മൾ വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ, ഇരിക്കുമ്പോൾ, പേഴ്സണലായിട്ടിരിക്കുമ്പോൾ, ഭവനത്തിലിരിക്കുമ്പോൾ, മാർക്കറ്റിൽ നിൽക്കുമ്പോഴും ഒക്കെ ദൈവത്തെ ആരാധിക്കാം. അങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടാൽ എല്ലാത്തിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള ഓരോ പോയിൻറ്റുകളുണ്ട് നമ്മൾ മറന്നു വരുന്നത്. അതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അതിന് പ്രേരണ തരുമ്പോഴേ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അതാണ് ഏറ്റവും ആവശ്യം. എന്നാൽ ഈ ആരാധനയ്ക്ക് ഇന്ന് തടസ്സമായി നിൽക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതും കൂടെ പറഞ്ഞതിന് ശേഷം നമ്മൾ ആരാധനയുടെ പ്രധാന ചില പോയിൻറ്റ്സിലേക്ക് വരാം. തടസ്സമായി ആരാധനയ്ക്ക്, കാരണം ആരാധനയ്ക്ക് ദൈവത്തിൻ്റെ ആരാധന കണ്ടിട്ട്, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടിട്ട് ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ദൂതനായ ലൂസിഫർ എന്താണ് ചെയ്തത്? അവൻ ആരാധനയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു എന്നേ കാണുന്നു, അല്ലേ? ആരാധനയ്ക്ക് വേണ്ടി, ദൈവത്തെ ഇത്രയും ആരാധിക്കുന്നെങ്കിൽ എനിക്കും ആരാധന വേണം എന്നുള്ള ചിന്ത അവനിൽ വന്നു. അവൻ നിഗളിച്ചു പോയി. അതിലെന്താണ് ആരാധനയ്ക്ക് അതിൻ്റെ പ്രാധാന്യമുണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ ആരാധന ഇല്ലാതെ പോകുന്നു, ആരാധനയ്ക്ക് പോകാനുള്ള താല്പര്യമില്ല, ആരാധന നശിച്ചു പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഉള്ളിലുള്ള പാപമാണ്. ഈ പാപം നമ്മുടെ സെൽഫിനെ ഉയർത്തുകയും അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ വ്യൂസ് താഴോട്ട് തന്നെ എപ്പോഴും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെ ആയിരിക്കും. എനിക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ച് കുറച്ച് നാൾ സന്തോഷിച്ച് എൻജോയ് ചെയ്ത് ഉന്മാദത്തിൽ അങ്ങനെ ജീവിച്ചങ്ങ് പോകുക എന്നുള്ളൊരു ചിന്തയിൽ വരുമ്പോഴത്തേക്ക് ഈ പിഗ് നോക്കുന്നത് പോലെ താഴോട്ട് നോക്കിക്കൊണ്ട്
എൻ്റെ സെൽഫ് വില്ലിലെ എനിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നുവെച്ചാൽ ദൈവവചനം പിറകിൽ എറിഞ്ഞു കളഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഒരു കർമ്മം പോലെ, ഒരു ആചാരം പോലെ വേണമെങ്കിൽ അത് ചെയ്യാം എന്നപ്പുറമായിട്ട് ആ വേൾഡിനെസ്സിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ വിശകലനം ചെയ്യുകയും നമ്മളതിൽ നിന്ന് മാറുകയും ചെയ്യും. കാരണം ഇതിനെല്ലാം കാരണമുണ്ട്. കാരണം പിശാച് മനുഷ്യൻ്റെ ഹൃദയത്തെ കുരുടാക്കി കളഞ്ഞു. നമ്മൾ പള്ളിയിൽ അല്ലെങ്കിൽ ആരാധനാലയത്തിൽ പോകുമ്പോൾ തന്നെ എന്താണ് ചെയ്യുന്നത്? ആരാധിക്കുക ഉപരിയായിട്ട് ആ പ്രസംഗിക്കുന്ന ആരാണ്? പ്രസംഗകൻ, ദൈവത്തിൻ്റെ ദാസനായാലും അല്ലെങ്കിൽ പള്ളിയിലെ വികാരിയായാലും ആരായാലും, ഹൂവർ മേ ബി നിങ്ങൾ പോകുന്ന ഏത് സഭയാണെങ്കിൽ അതിൽ അവരെ റോസ്റ്റ് ചെയ്യുകയും അവരുടെ പ്രസംഗത്തെ ഇവാലുവേറ്റ് ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യും ചെയ്യുന്ന ഒരു അനുഭവം. അത് കേട്ടതൊക്കെ തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പം അതോടി തീർന്നു. നമ്മുടെ ജീവിതം പഴയ സ്റ്റൈലിൽ തന്നെ, യാതൊരു കാര്യമില്ല, ഇതൊക്കെ എന്താ യൂസ്ലെസ് ആണ്, ഇത്രയും സമയമൊക്കെ ഇതിന് കളയണമോ എന്നൊക്കെ ചെയ്തിട്ട് മനസ്സിൽ പ്രൈഡായിട്ട് ഒരു അൺഫോർഗിവിങ് സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലേക്ക് ഡെവലപ്പ് ചെയ്യണം. നമ്മളെ ഈ പ്രൈഡ്, നമ്മുടെ ഈ സെൽഫ് വില്ല് നമ്മളെ തന്നെ ഞാൻ വലിയ ആളാണെന്ന് ചിന്തിച്ച് നമ്മളെ തന്നെ ഉയർത്തിപ്പിടിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ചില കാഴ്ചപ്പാടുകളുണ്ട്, ചില ഫോർമലിസ്റ്റിക്കായിട്ട് നമ്മൾ വളർന്നു വന്ന പശ്ചാത്തലത്തിൽ നിന്ന് ചില ഫോർമാലിറ്റി എന്ന് പറഞ്ഞ പോലെ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എനിക്ക് സൺഡേയിൽ വർഷിപ്പ് ചെയ്യണം എന്നുള്ള ഫോർമാലിറ്റി, ഒരു ലീഗലിസ്റ്റിക് വേ, ആ രീതിയിൽ പോയി വർഷിപ്പ് ചെയ്യുന്നു. അങ്ങനെ പോയി ഇരിക്കുന്നു, ഒരു കോർപ്പറേറ്റ് വർഷിപ്പിലിരിക്കുന്നു, എന്നിട്ട് ജഡ്ജ് ചെയ്യുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ അതിനോട് ചേർന്ന് ആ ട്രഡീഷനകത്ത് നിന്ന് പുറത്തു വരുന്നു. ഇത് പുറത്തു വന്നിട്ട് വീണ്ടും എൻ്റെ ജീവിതം പഴയ രീതിയിൽ തന്നെ. ഇതല്ല വർഷിപ്പ്. ഇത് ശരിക്കും വർഷിപ്പിനൊരു ഹിൻഡ്രൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള വർഷിപ്പിന്, പേഴ്സണൽ വർഷിപ്പിനൊരു ഹിൻഡ്രൻസ് ആണ്, തടസ്സമാണ്. ഒരു ക്രിട്ടിക്കൽ സ്പിരിറ്റാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകണം അല്ലെങ്കിൽ സഭായോഗത്തിന് പോകണം എന്നതിനപ്പുറമായിട്ട് അതിൽ കൂടി ദൈവം എന്നിലേക്കൊരു ഇമ്പാർട്ടേഷൻ, ഒരു പകർച്ച, എന്നിൽ കൂടി ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയും പരിശുദ്ധാത്മൻ്റെ ശക്തിയിൽ കൂടിയും എന്നിലേക്കൊരു പകർച്ച, എന്നെ ഒരു പടി കൂടി മേലോട്ട് വളർത്താനായിട്ടുള്ള ചിന്ത, ഇതൊന്നും നമുക്കില്ല. നമ്മൾ പോകുന്നു, അവിടെ ഇരിക്കുന്നു, കുറച്ച് നേരം അറ്റൻഡ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, ആരെങ്കിലുമൊക്കെ ജഡ്ജ് ചെയ്യുന്നു, എൻ്റെ സ്റ്റൈൽ ഇതാണ്, ഞാൻ ഫോർമലാണ്. ഈവൻ സോക്കാൾഡ് ന്യൂ ജനറേഷൻ പുതിയ സഭകളിൽ പോലും, അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽ ചർച്ചുകളെ, ബ്രദറൻ ചർച്ച്, അങ്ങനെയുള്ള സഭകളിൽ പോലും ഈ ഏറ്റവും കൂടുതൽ ദൈവത്തെ ആരാധിക്കുന്നു പറഞ്ഞാൽ അവിടെയും തന്നെ പലപ്പോഴും ഒരു ഫോർമലിസ്റ്റിക് വ്യൂവിലാണ് പോകുന്നത്, ഒരു ലീഗലിസ്റ്റിക് വ്യൂ. എല്ലാം ഒരു ഫോർമലാണ്. ശരിയാണ്, ചില ഡിസിപ്ലിൻസ് വേണം, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വേണം. എന്നാൽ ഒരു ഫോർമലായിട്ട് ഓരോ കാര്യങ്ങൾ പോയി കഴിയുമ്പോഴേ ദൈവത്തിന് പലപ്പോഴും അവിടെ പ്രവർത്തിക്കാനായിട്ട് പറ്റുകയില്ല. ചില സമയങ്ങളിലൊക്കെ നമ്മൾ സംസാരിക്കുകയും ദൈവവചന ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റേജുകളിൽ ചെല്ലുമ്പോഴേ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയ ദൈവവചനം ഒന്നും അല്ല അവിടെ പ്രയോഗിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് സ്പെസിഫിക്കായിട്ട് കാണും, ഓഡിയൻസിനെ കാണും, ആഗ്രഹത്തോട് വന്നിരിക്കുന്നവരെ അവരുടെ ഹൃദയവേദന മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് പ്രകാരം നമുക്ക് പറയാനായിട്ട് ദൈവം വചനം തരും. ഇത് പല സമയങ്ങളിലും പ്രായോഗികമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചില സമയങ്ങളിൽ ഇന്നത്തെ തീസിസ് ഇതാണ്, ഇതാണ് പറയേണ്ടത്, സഭയായിട്ട് ഇതാണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേജിൽ കയറി അവിടെ നിൽക്കുമ്പോഴേ ദൈവം തരുന്ന ആലോചന അതിൽ നിന്ന് വിഭിന്നമാണ്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന എന്ന് പറയുമ്പോഴേ യേശുവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് എല്ലാ പ്രൈസും ഗ്ലോറിയും അവന് ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കുകയും പകരുകയും ചെയ്യുന്ന അനുഭവമാണ് ആരാധന. അല്ലാതെ വെറുതെ ചുമ്മാതെ കുറേ വാക്കുകൾ അടിക്കുന്നതോ, അല്ലെങ്കിൽ കുറച്ച് ബഹളം ഉണ്ടാക്കുന്നതോ, കുറച്ച് ഇമോഷണലായിട്ട് ബഹളം ഉണ്ടാക്കുന്നതോ, അല്ലെങ്കിൽ ചില ദൈവവചനം വിളിച്ചു പറഞ്ഞിട്ട് ഇതാണ് ആരാധന എന്ന് പറയുന്നതല്ല. ഇതൊക്കെ പലപ്പോഴും നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഇടവരുത്തുന്നു എന്ന് നമ്മൾ മറന്നു വരുന്നു. അതുകൊണ്ട് ആരാധനയെക്കുറിച്ച് ജനറലായിട്ടാണ് ഞാൻ പറഞ്ഞത്, ആരാധനയിൽ ഒരു ശക്തിയുണ്ട്, ഒരു പവറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ പവറ് നമ്മൾ വരുമ്പോഴേ നമുക്കൊരു വിടുതലാണ്. ഇനിയും ആ ആരാധനയുടെ ചില സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരാധന എങ്ങനെയായിരിക്കണം, ആരാധനയുടെ സ്റ്റെപ്പ്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യം, ആരാധിക്കാനായിട്ട് വിളിക്കപ്പെട്ട സമൂഹം എന്ന് പറയുന്നത്, പുതിയ നിയമസഭയിൽ ആരാധിക്കാനായിട്ട് വിളിക്കപ്പെട്ട സമൂഹം യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു സമൂഹമാണ്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ, നമ്മുടെ പാപങ്ങൾ കഴുകി നമ്മളെ ശുദ്ധീകരിച്ചു.
അവൻ്റെ ക്രൂശ് മരണത്തിലും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിച്ചുകൊണ്ട് ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, പഴയതല്ല, പുതിയ സൃഷ്ടിയാണ്, റീകൺസ്ട്രക്റ്റഡ് അല്ല, എക്സ്ചേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പുതിയ സൃഷ്ടിയാണ്. എൻ്റെ പഴയ സ്വരൂപം, എൻ്റെ പഴയ പേഴ്സണാലിറ്റി എല്ലാം മാറി ഞാനൊരു പുതിയ പേഴ്സണാലിറ്റിയാണ്. ആ പേഴ്സണാലിറ്റി തന്ന ഈ ദൈവത്തെ ഞാൻ ആരാധിക്കാനായിട്ട് പോവുകയാണെന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയുള്ള ആരാധനയാണ് ആവശ്യം. അപ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കും, ഈ ആരാധനയിൽ വരുന്നവരെല്ലാം തന്നെ ദൈവത്തെ അറിയുന്നവരാണോ? ദൈവത്തെ പേഴ്സണലായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചവരാണോ ഈ ആരാധനയ്ക്കെല്ലാം വരുന്നതെന്ന് ചോദിക്കും. അങ്ങനെ ആകണം എന്നില്ല. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വീണ്ടെടുക്കപ്പെട്ട സെപ്പറേറ്റ് ചെയ്തൊരു ഗ്രൂപ്പാണ് ആരാധനയ്ക്കായിട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് അവിടെ വന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഒരേ പർപ്പസോടുകൂടി, ഒരേ ലക്ഷ്യത്തോടുകൂടി. എന്നാൽ ഇന്നുള്ള സഭയിലും അല്ലാതെ ഉള്ള സഭകളിലും ഒക്കെ, പിന്നീടുള്ള കാലങ്ങളിലും 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞോട്ടുള്ള സഭകളിലും ഒക്കെ ആരാധനയിൽ വന്നിട്ട് ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ട് ദൈവത്തെ അറിയുന്നവരുണ്ട്. അതിന്നുകൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആരാധിക്കാനൊരു താല്പര്യമുള്ള ഒരാൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവർ പോലും അതിനോടൊരു ഡിസയറുള്ള ഇത് എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ദൈവം ഏത് ദൈവമാണ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ആരാധനയിൽ പോയി കർത്താവിനെ അറിഞ്ഞവരുണ്ട്. അതുകൊണ്ട് ആരാധനയ്ക്ക് നമ്മൾ ഈ ക്രിസ്തുവിലുള്ള വിശ്വാസം ഇല്ലാത്തവർ വന്നാൽ ആരാധനയിൽ അക്സെപ്റ്റ് ചെയ്യേണ്ട എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അവർക്കും ആരാധനയിൽ സംബന്ധിക്കാം. അതിനും ദൈവം കൃപയൊരുക്കിയിട്ടുണ്ട്. നമ്മൾ യെരുശലേം ദേവാലയം ആദ്യകാലത്ത് ദൈവം പഴയ നിയമകാലത്തുള്ള ആരാധനയുടെ സമയത്ത് പോലും യഹൂദന്മാരല്ലാത്തവർക്ക് അവിടെ ഒരു പ്രാകാരവും ബാക്കിയുള്ള സ്ഥലങ്ങളും ഒക്കെ ഒരുക്കിയിരുന്നു. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും, അതുകൂടാതെ തന്നെ പ്രാകാരങ്ങളും പുറത്തുള്ള ഇരിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ചിരുന്നു. എന്തിനാണ്? ദൈവത്തിൻ്റെ മഹത്വം അവരും മനസ്സിലാക്കി ദൈവത്തെ അറിയുവാൻ. ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ച പർപ്പസും അത് തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം അവരിൽ കൂടി മറ്റുള്ളവരിലേക്ക് എത്തണം. നമ്മളെ വിളിച്ചിരിക്കുന്ന അതേ പർപ്പസിനാണ്. നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവത്തെ അറിയുന്ന ആളുകൾ നമ്മുടെ ജീവിതങ്ങളിൽ കൂടി മറ്റുള്ളവർ കർത്താവിനെ അറിയണം. അതുകൊണ്ട് ആരാധനയ്ക്ക് അവരെ തടസ്സപ്പെടുത്താനായിട്ട് പാടില്ല. അതുകൊണ്ട് ആരാധനയ്ക്ക് അവരെ വരണം, ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആരാധന ഏത് രീതിയിലാണ്, നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനമായിട്ടാണോ ആരാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. ആരാധിക്കുന്ന സമൂഹത്തിന് അവരുടെ ഉള്ളിൽ തന്നെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കും. ഒരു പഴയ നിയമപ്രകാരം പറഞ്ഞാൽ അതിനൊരു വിളി വേണം. ആരാധനയ്ക്ക് ഒരു വിളി വേണമെന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 22:1 അബ്രഹാമിനൊരു വിളി വന്നു, നീ പോയി ഈ യാഗം കഴിക്കുക എന്ന് പറഞ്ഞൊരു വിളി വന്നു. അത് ആ വിളി വരുന്ന വീണ്ടെടുക്കപ്പെട്ടവർക്കാണ് ആ വിളി വരുന്നത്, അല്ലാത്തവർക്കൊരു വിളിയൊന്നും ഉണ്ടാകത്തില്ല. പാപത്തിൽ ജീവിക്കുകയും പാപത്തിൽ ചരിക്കുകയും പാപത്തിൽ ഇങ്ങനെ ഉന്മാദിച്ച് നടക്കുകയും ചെയ്യുന്നവർക്ക് ആരാധിക്കാനുള്ള ഒരു വിളിയൊന്നും ഉണ്ടാകത്തില്ല. ദൈവത്തെ അറിയുന്നവർക്ക് മാത്രം ആ ആത്മീയമായിട്ടുള്ള ഘടകം ജ്വലിപ്പിച്ച് ദൈവത്തിൻ്റെ സന്നിധിയുമായിട്ട് ബന്ധപ്പെട്ടവരെയാണ് പരിശുദ്ധാത്മാവ് നീ കർത്താവിനെ ആരാധിക്കണം എന്ന് പറയുന്നത്. ഇബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിലൊരു മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. ദൈവത്തിൻ്റെ സന്നിധിയിലൂടെ അടുത്ത് ചെല്ലുന്ന ഒന്നാണ് ഈ ആരാധന എന്ന് പറയുന്നത്. എൻ്റർ ദ ഹോളി പ്ലേസ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശു നമ്മളെ ശുദ്ധീകരിച്ചു, യേശു നമ്മളെ കഴുകി, അവൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് വന്നു. അതുകൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള, ഇത് പഴയ നിയമ അല്ലെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിലുള്ള കർത്താവിനെ അറിഞ്ഞവരെ ഉദ്ദേശിച്ച് അവർക്ക് എഴുതിയിരിക്കുന്ന ലേഖനമായതുകൊണ്ട് അവർ മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ലേഖകർത്താവ് എഴുതിയിരിക്കുന്ന വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനവും ധൈര്യവും. ദേവാലയത്തിലൊരു മഹാപുരോഹിതൻ, അതാരാണ് യേശു, നമുക്കുള്ളതുകൊണ്ട് ഈ യേശുവിൻ്റെ അടുക്കൽ പൂർണ്ണ ഹൃദയത്തോട് അവൻ്റെ അടുത്ത് ചെല്ലുക എന്ന് പറയുന്നത്. 10:24 പറയുന്ന ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിച്ചുകൊണ്ട്, അന്നേരം ചിലർ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ചെയ്യരുത്. അന്നേരം കോർപ്പറേറ്റ് വർഷിപ്പിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. പേഴ്സണൽ വർഷിപ്പ് എപ്പോഴും നമുക്ക് ചെയ്യാം.
കോർപ്പറേറ്റ് വർഷിപ്പ് എപ്പോഴും നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ സഭായോഗങ്ങൾ അത് വിളിക്കുന്ന സമയത്തൊക്കെ ചെല്ലുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ആദിമസഭയിലെ അപ്പോസ്തലന്മാർ കൂടി വന്നപ്പോൾ ഈ വിവിധ സ്ഥലങ്ങളിലെ സഭായോഗങ്ങൾ, പിന്നെ സിനഗോഗിലുണ്ടായിരുന്നു കൂടിവരവ്, പിന്നെ വേറെ സ്ഥലങ്ങളിൽ അപ്പർ റൂമിലുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലെ പലരുടെ ഭവനങ്ങൾ കൂടിയതായിട്ട് കാണുന്നു. യൂറോപ്പിൽ വന്നപ്പോഴത്തേക്ക് ലുദിയയുടെ ഭവനത്തിൽ കൂടിയതായിട്ട് കാണുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് കൂടി വന്ന കൂടിവരവുകളുണ്ടായിരുന്നു. അപ്പോൾ ആ കൂടിവരവുകളെ സഭായോഗങ്ങൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സഭായോഗങ്ങൾ എന്ന് പറയുമ്പോൾ അസംബ്ലി എന്നുള്ളൊരു മീനിങ്ങിലാണ് അവിടെ യൂസ് ചെയ്യുക. അസംബ്ലി, ദൈവത്തിൻ്റെ മക്കളുടെ കൂടിവരവ്. അവിടെ ഒരു ചർച്ച എന്നുള്ള പേരിലല്ല അറിയപ്പെട്ടത്, ഒരു ബിൽഡിങ്ങിൻ്റെ പേരിലുമല്ല അറിയപ്പെട്ടത്. അതൊരു അസംബ്ലി ഓഫ് ദ ബിലീവിങ് പീപ്പിൾ, ആളുകളുടെ കൂടിവരവ്. അങ്ങനെ ഒരു കൂടിവരവ് ആയിരുന്നു ഉള്ളത്. ആ സമയത്ത് ദൈവത്തെ അറിഞ്ഞവരായിരുന്നു. എന്നാൽ ആ സമയത്ത് ദൈവത്തെ സീക്ക് ചെയ്യുന്നവരും അതിനോട് കൂടെ വന്നിരുന്നു, പലരും അതിനോട് കൂടെ വന്നിരുന്നു. ഒരു ആരാധന രക്ഷയുമായി ബന്ധപ്പെട്ട ഒരു മഹത്വത്തെ കാണിക്കുന്നതാണ്, രക്ഷയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ആരാധനയിൽ പറയേണ്ടത് ദൈവം ചെയ്ത വലിയ മഹത്വം, നമ്മളെ മരിച്ചുപോയ നമ്മളെ ജീവിപ്പിച്ച ദൈവം. എഫേസ്യർ 2:5-6 വാക്യങ്ങളിൽ നമ്മളെ വലത്തുഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. നമ്മുടെ പൊസിഷൻ പോലും ഇവിടെ അല്ല, ഈ ലോകത്തിലല്ല. ആത്മീയ പൊസിഷൻ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് കഴിഞ്ഞുപോയി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും ഞാനും ഇരിക്കുന്നത് ഈ ലോകത്തിലല്ല. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. ഈ ലോകത്തിൽ കിടന്ന് ഭയങ്കര ഗുസ്തിയും ബഹളവും ഒക്കെ ചെയ്യുമ്പോഴും നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വലതുഭാഗത്താണ്. കർത്താവിനെ അറിഞ്ഞ നാളിൽ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വഴിയുള്ള ഇമ്പാർട്ടേഷൻ നിങ്ങളുടെ ജീവിതങ്ങളിൽ തരുന്നത്. ദൈവം ഗിഫ്റ്റ് തരുന്നത് അതുകൊണ്ടാണ്. ദൈവം ഡെലിവറി ചെയ്യുന്നത് അതാണ്. നിങ്ങൾക്കത് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ഈ ദുഃഖിച്ചും നിരാശപ്പെട്ടും വേണ്ടാത്ത ചിന്തിച്ചും ഒക്കെ ഇരിക്കുന്നത്. നിങ്ങളെ വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴേ യേശുക്രിസ്തു അപ്പുറത്തിരിപ്പിക്കുകയാണ് നിങ്ങളെ. യേശുക്രിസ്തു നിങ്ങളുടെ റൈറ്റ് സൈഡിൽ, യേശു ലെഫ്റ്റ് സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എന്താണ്, അവനെ മഹത്വപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. മറന്നുപോയത്. അല്ലാതെ കർത്താവേ എനിക്ക് വലിയ വയറ്റുവേദനയായിരുന്നു, ആ വയറ്റുവേദന ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യം വന്നു, ദാറ്റ്സ് എ താങ്ക്സ് ഗിവിങ്. അതല്ല മഹത്വം. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉന്മാദ ലഹരിയിൽ വലിയ ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി ഒരാൾ അവിടെ നിന്ന് ഒരു വർഷിപ്പ് ലീഡർ DJ സ്പിരിറ്റിൽ നിന്ന് ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി ഇതാണ് വർഷിപ്പ് എന്ന് പറഞ്ഞു. പാട്ട് പാടിക്കുമോ, കുഴപ്പമില്ല. ഇതാണ് വർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്ത് ആ സമയത്ത് ചിലരുടെ അന്യഭാഷയിലൊക്കെ ഭയങ്കര ബഹളം ഉണ്ടാക്കി. ചില സമയത്ത് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആരാധനകൾ നമുക്ക് ആരാധിക്കാനുള്ളൊരു സ്പിരിറ്റ് പോലും ഇല്ലാതെ വരുന്നൊരു അവസ്ഥ. കാരണം നമ്മൾ ആരാധിക്കേണ്ടത് നമ്മുടെ ഹൃദയം പകരുന്നതിൽ കൂടിയാണ്. പാനപാത്രം നിറഞ്ഞു കവിയുന്ന, ശരിയാണ്. ഉള്ളിലെ സന്തോഷം വരുമ്പോൾ എക്സ്പ്രഷൻ പുറത്ത് കാണിച്ചോ, കുഴപ്പമില്ല. കാണിക്കുമ്പോൾ മറ്റുള്ളവർക്കത് അരോചകത്വമാക്കി തീർക്കുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻ ആകരുത്. ഹല്ലേലൂയ. അത് മാത്രമല്ല, പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോഴും അത് അയ്യോ ഇതെന്തുവാണ് എന്ന് ചിന്തിക്കരുത്. അത് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം എടുത്തിട്ട് അവർ മദ്യം കഴിച്ചിരുന്നു എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനുണ്ടാവും. എല്ലാം ഉണ്ടാവും. എന്നാൽ എല്ലാം ലോജിക്കലായിട്ടും സഭ്യമായിട്ടും മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ടാണ്. ഇന്ന് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ആരാധനയൊക്കെ ഏത് രീതിയിലാണെന്ന്. അവരുപയോഗിക്കുന്ന വസ്ത്രധാരണം ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. യൂട്യൂബിലും പല ഇതിലുമൊക്കെ അവരുടെ വസ്ത്രധാരണം ഏത് രീതിയിലാണ്, ഏതൊക്കെ രീതിയിൽ വൾഗാരിറ്റി വരുന്നു. പിശാചാണ് അവിടെ നിന്ന് ആരാധിക്കുന്നത്. ക്രിസ്ത്യൻ സോങ്സാണ് പാടുന്നത്. ശരിക്ക് യേശുവിൻ്റെ രക്തത്താലുള്ള ഡെലിവറൻസും ഒക്കെ പറയുന്നത്. പക്ഷെ അവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് ഏത് രീതിയിലാണ്? ദാറ്റ് മീൻസ് ദ കോംപ്രമൈസ്. ഏത് രീതിയിലും കോംപ്രമൈസ് കൊണ്ടുവന്ന് ലോകമയമാക്കി മാറ്റുകയാണ്. എന്തിനാണ്? ആളുകളെ ആകർഷിച്ചുകൊണ്ട് വരാനായിട്ട്. ഇതാണ് പർപ്പസ്. ആരെങ്കിലും കർത്താവിനെ അറിയും എന്നുള്ള ഒരു ചിന്തയിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നല്ലതാണ്. പക്ഷെ അതിലും എനിക്ക് സംശയമുണ്ട് കർത്താവിനെ എത്ര പേര് അറിയും അതിനകത്ത്. ഈ ബഹളമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ എവിടെയൊക്കെ ലൈഫ് നോക്കിയാൽ അറിയാം, എല്ലാം നേരത്തെ ഉള്ളതുപോലൊക്കെ തന്നെ, ഒരു വ്യത്യാസമില്ല. ഒരു ഇമ്പാർട്ടേഷനും ഒരു ഗ്രോത്തും അവിടെ ഉണ്ടാവുന്നില്ല. നേരത്തെ ഏത് രീതിയിലാണ് ഒരു മാർക്കറ്റ് പ്ലേസിൽ നിന്നത്, അതിനേക്കാളും ഒരു പടി കൂടി ആർഗ്യൂ ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനാണ് അവർ മാർക്കറ്റ് പ്ലേസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആരാധനയ്ക്ക് ഒരു വിളി വേണം എന്നുള്ള ഒറ്റ പോയിൻ്റാണ് ഞാനെന്ന് പറഞ്ഞത്. ആരാധന ജനറലായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട്,
ആരാധനയ്ക്കൊരു വിളി വേണം. എന്ന് പറഞ്ഞാൽ ഒരു വിളി എന്ന് പറഞ്ഞാൽ ആത്മാവ് ഉള്ളിലിരുന്ന് പറയണം എനിക്ക് ആരാധിക്കണമെന്ന്. ആ രീതിയിൽ ഒരു എൻലൈറ്റ്മെൻറ്റ് ഉള്ളിലുണ്ടാവണം. അതിന് ഇവിടെ എബ്രായർ 10-ാം അധ്യായത്തിൽ പറയുന്ന നമുക്ക് പ്രവേശനവും ധൈര്യവും തന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട്. അതുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് പൂർണ്ണ നിശ്ചയം, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം, ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർക്കണം. നിങ്ങളുടെ ഹൃദയം എല്ലാം ഈ ദുഷിച്ച മനസാക്ഷി എല്ലാം മാറാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലെ രക്തം തളിച്ചിരിക്കുക. എന്തോ രക്തമാണ് തളിച്ചിരിക്കുന്നത്? കർത്താവിൻ്റെ രക്തം ജീവനുള്ള പുതുവഴിയായി നിങ്ങളുടെ ഹൃദയത്തിലെ അങ്ങോട്ട് തളിച്ചിരിക്കുന്നതുകൊണ്ട് അതെല്ലാം വെച്ച് നിങ്ങളൊന്ന് കഴുകിയിട്ട് വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ ഈ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനായിട്ടാണ് ആരാധനയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരാധനയ്ക്കൊരു വിളി വേണം. വിളിയില്ലാത്തവർ ആരാധനയ്ക്ക് പോകത്തുമില്ല, വിളിയില്ലാത്തവർ ആരാധിക്കത്തുമില്ല. അവർക്ക് വേറെ പല കാര്യങ്ങളാണ് ചിന്ത. അതുകൊണ്ട് അബ്രഹാമിനൊരു വിളി വന്നപ്പോഴേ യാഗം കഴിക്കാനായിട്ട് മോറിയ മലയിലേക്ക് ഇസാക്കുമായി പോകുന്നത് കാണുന്നു. അതുകൊണ്ട് ഈ ആത്മാവാണ്, അവൻ ആത്മാവാകുന്നു ദൈവം. നിങ്ങൾ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. യോഹന്നാൻ 4:24. നൗ ദ സ്പിരിറ്റ് ലീഡ്സ് അസ് ടു വർഷിപ്പ്. ഈ ആത്മാവാണ് ആരാധനയ്ക്കായി നമ്മളെ കൊണ്ടുപോകുന്നത്. തുടർമാനമായിട്ട് ചിന്തിക്കുക. ഇന്നത്തെ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആരാധന എന്ന് പറയുന്നത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു പരിപാടിയല്ല. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒന്നാണ്. അത് ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നതാണ്. ഹൃദയം പാനപാത്രം നിറഞ്ഞു കവിയുന്ന ഒരനുഭവം. അവൻ്റെ കൃപാസനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി ധൈര്യത്തോടുകൂടി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയത്തോടുകൂടി പരമാർത്ഥ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്ന ഒന്നാണ്. അത് ഉപേക്ഷ വിചാരിക്കുന്നവരെ പാപം ഉള്ളിൽ വസിക്കുന്നു, പാപത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് അത് ഉപേക്ഷ വിചാരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ആരാധനയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോഴേ ഈ ആരാധനയിൽ കൂടിയുള്ള വലിയൊരു ഡെലിവറൻസ് ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നവരാണോ എന്ന് ചിന്തിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആരാധന, കോർപ്പറേറ്റായിട്ടുള്ള ആരാധന, ഇതൊന്നും നഷ്ടപ്പെട്ടു പോകാനായിട്ട് കർത്താവെ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ പാപം വന്ന് പലപ്പോഴും ഞങ്ങളെ കെട്ടുമ്പോഴേ ഞങ്ങൾ ആരാധനയ്ക്കും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നതിന് പകരം ഞങ്ങൾ ലോകത്തിലേക്ക് നോക്കിപ്പോയത് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും കെട്ടിലകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ദിവസം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അത് റിലീസ് ചെയ്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ആ ബന്ധനമെല്ലാം ഇന്ന് പൊട്ടിമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കണമേ. ആരാധനയ്ക്ക് പോകാനുള്ള തടസ്സം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തികൾ ഭവനത്തിൽ നിന്ന് പെർമിഷനില്ല ആരാധനയ്ക്ക് പോകാൻ. ആ ദൈവം ഇന്ന് ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ, നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വരികയാണ്. ദൈവം വന്നിട്ട് വലിയൊരു വിടുതൽ ആ ഭവനത്തിൽ ചെയ്യുകയാണ്. ആരൊക്കെ തടസ്സപ്പെടുത്തുന്നു അവരിൽ നിന്നെല്ലാം ഉള്ളൊരു വിടുതൽ ഈ ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരുകയാണ്. ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഹേമിക്കുകയാണ്, നിങ്ങളെ വിളിച്ചിറക്കുകയാണ്. ആരാധിക്കുന്ന വലിയ സമൂഹമായിട്ട് നിങ്ങളെ വിളിച്ചിറക്കുകയാണ്. മോശ ഇസ്രായേൽ മക്കളെ ആരാധനയ്ക്ക് വിളിച്ചിറക്കിയതുപോലെ വലിയ വലിയ കുടുംബങ്ങളായിട്ട്, വലിയ വലിയ കമ്മ്യൂണിറ്റി ആയിട്ട് ഞാൻ ദർശനത്തിൽ പ്രൊഫറ്റിക്കായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങളായിരിക്കുന്ന കമ്മ്യൂണിറ്റി മുഴുവനായിട്ട് കർത്താവിനെ അറിയുന്ന ദിവസങ്ങളും ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങളും മുമ്പിൽ കാണുന്നു. ദൈവം അത് ഒരുക്കുന്നു, നിങ്ങളെ ഇറക്കി വരുത്തുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാ പ്രതിബന്ധങ്ങളും ആരാധനയ്ക്കുള്ളത് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില മുറുകെ പറ്റുന്ന പാപങ്ങൾ ലോകപരമായിട്ടുള്ള ജീവിതത്തിൽ ജീവിച്ച് അനുഭവിച്ച് ജീവിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു. ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പാപമൊക്കെ പൊട്ടിച്ച് അതിൽ നിന്നൊരു വിടുതൽ തരികയാണ്. ദൈവം നിങ്ങളെ ശുദ്ധ ഹൃദയമാക്കി മാറ്റുകയാണ്. നിങ്ങളെ ആ വലിയ ആത്മാവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. ഈ സമയത്ത് അതൊന്ന് മുറുകെ പിടിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയോട്ടൊന്ന് സമർപ്പിച്ചു കൊടുക്കുക. പൂർണ്ണ വിശ്വാസത്തോടുകൂടി, പൂർണ്ണ നിശ്ചയത്തോടുകൂടി ഈ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവേ ഇന്ന് നീ കൃപയൊരുക്കം സഹായിക്കുകയും ചെയ്യണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണം, സഹായിക്കണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായിട്ട് ഇത് കാണുക, വാച്ച് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രെയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഏതെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.